തുടങ്ങിയാണ്. ഇപ്പൊ ഞാന് ആദ്യം ലാർജ് ആയിരുന്നു, അപ്പൊ അമ്മ എക്സലായിരുന്നു. ഇപ്പൊ അമ്മ ലാർജായി, ഞാൻ എക്സലായി. അത് കൊള്ളാല്ലേ. ഇപ്പൊ ഞാന് 50 കിലോ ഉള്ള ഞാൻ 65, അമ്മ ഇപ്പൊ അതില് നേരെ കുറഞ്ഞു, ഞാൻ നേരെ കൂടി. ആള് നല്ല പാട്ടുകാരിയും കൂടെ ആണ് കേട്ടോ. നിലമ്പൂർ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ 100ാമത്തെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആള്. എന്താണ് മാറ്റം ഉണ്ടായിരിക്കുന്നതെന്ന് പുള്ളിക്കാരി. ഫാറ്റി ലിവർ ഉണ്ടായിരുന്ന ആളാണ് അല്ലേ? ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു, വയറിന് നല്ല അല്ലെ, വയറായിരുന്നിട്ട് എല്ലാവരുടെയും സംശയമാണ് നമ്മുടെ ഡെലിവറിക്ക് ശേഷമുള്ള വയറ്, അല്ലെങ്കിൽ സ്ത്രീകളുടെ വയറ് കുറയുക എന്നുള്ളത്. അപ്പൊ നമുക്കത് നേരത്തെ തന്നെ കേട്ടറിയാം. പറഞ്ഞു. ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു, വയറ് നന്നായിട്ടുണ്ടായിരുന്നു. തടി അത്യാവശ്യം ഹൈറ്റ് കുറവായതുകൊണ്ട് കുറച്ച് തടി കൂടെ നല്ല വൃത്തിയോട് തോന്നുമായിരുന്നു. അപ്പോൾ വയറ് വിശന്നാലും ഭക്ഷണം കഴിച്ചാലും വയറ് വീർത്ത്, കണ്ടമാനം വയറ് വീർത്ത് വരുമായിരുന്നു. ഞാൻ ഒരു ഫെബ്രുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വെയിറ്റ് നോക്കി. അപ്പോൾ എനിക്ക് 3 കിലോയാണ് മാറ്റം വന്നത്. പക്ഷെ പിന്നെ ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല, കാരണം വെയിറ്റ് നമ്മളെ സൈസ് ഇഞ്ചിൽ ഒരുപാട് വ്യത്യാസം വന്നു. ഇഞ്ചിൽ വ്യത്യാസം വന്നിട്ട് പിന്നെ ഞാൻ വെയിറ്റ് നോക്കിയതേ ഇല്ല. അപ്പോൾ കോൺഫിഡൻസ് കൂടി അല്ലേ? തീർച്ചയായിട്ടും വെയിറ്റ് കുറയുന്നതിനേക്കാളും നല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോഡിയിലെ മെഷർമെന്റിൽ വരുന്ന വ്യത്യാസമാണ്. അതെ, വെയിറ്റ് അപ്പോൾ നല്ല, ഞാനിപ്പോൾ ഒരു XXL ആയിരുന്നു ആദ്യം, പിന്നെ XL ആയി. ഇപ്പോൾ ഞാൻ ലാർജാണ്, ഇപ്പോഴത്തെ ഡ്രസ്സ് ലാർജാണ് ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു ഷോപ്പിൽ പോകുന്നുണ്ട് അവിടെ. അപ്പോൾ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം നല്ല ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് കയറാൻ പറ്റും. ബോഡി നല്ല ഭയങ്കര ക്ഷീണമായിരുന്നു, തടി കൂടുന്നതിപ്പോൾ ബോഡി പെയിൻ ഉണ്ടായിരുന്നു, ക്ഷീണം ഉണ്ടായിരുന്നു, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ഡയറ്റ് എങ്ങനെയാണ്? ഡയറ്റ് കുഴപ്പമില്ല, നല്ല ഡയറ്റാണ്. കാരണം നമുക്ക് ആവശ്യമുള്ള എല്ലാ ഭക്ഷണങ്ങളും ഒക്കെ കഴിച്ചുകൊണ്ട് നല്ലൊരു ഡയറ്റ് തന്നെയാണ്. പിന്നെന്താ, അങ്ങനെ ഓവർ ഭക്ഷണം കഴിക്കാൻ അത് നമ്മൾ ശീലമായി കഴിഞ്ഞാൽ ഓവർ ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. നമ്മൾ പിന്നെ മധുരം ഞാൻ ഒഴിവാക്കി. എനിക്ക് മധുരം തീരെ ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നു. മധുരം, റൈസ്, അതൊക്കെ എനിക്ക് ഒരുപാട് ഞാൻ ഉപയോഗിച്ചു. റൈസ് എന്നാലും നമ്മളോട് കഴിക്കുന്നത്. അപ്പൊ നമ്മുടെ കൂടെ കൂടിയതിനു ശേഷം മധുരം ഒഴിവാക്കാൻ പറ്റും. ഞാൻ തീർത്ത് ഒഴിവാക്കി. എണ്ണക്കടികളൊക്കെ ഒഴിവാക്കി, മൈദേൻ്റെ ഐറ്റംസ് ഒക്കെ ഞാൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരുന്നു. ഇപ്പൊ പിന്നെ ഞാൻ തടി കുറഞ്ഞപ്പോൾ കണ്ടമാനം കുറഞ്ഞു. അതുകൊണ്ട് ഭയങ്കര ബോറാണെന്നൊക്കെ ഇങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഇപ്പോൾ മധുരമൊക്കെ അപ്പോഴും ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്കൊരു കൺട്രോൾ ഉണ്ട്. അത് കഴിച്ചു കഴിയുമ്പോൾ പിന്നെ മധുരം കഴിച്ചു കഴിയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. യെസ്, അതാണ് അത് സത്യം. ഒരു നാരങ്ങ വെള്ളം കുടിച്ചാലും നമുക്ക് എന്തോ ഒരു കുറ്റബോധം ഉണ്ടാവും. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഞാൻ കഴിക്കാറില്ല, പക്ഷെ അതില് ചായയൊക്കെ എനിക്ക് ചായ ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നു. ഒരു ദിവസം കണ്ടമാനം ചായയിൽ നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു ദിവസം 1 ഗ്ലാസ് ചായ കുടിക്കാം. ഒരുപാട് ചായ ഈ ബേക്കറി ഫുഡുകൾ, ഫ്രൈഡ് ഐറ്റംസ് ഇത് ശ്രദ്ധിച്ചാൽ മതി, അവോയ്ഡ് ചെയ്യുക മാക്സിമം. ഒക്കേഷനിൽ കഴിക്കാം. പറഞ്ഞതാ ഫാറ്റി ലിവർ ഉണ്ട്, എന്റെ ലക്ഷണങ്ങൾ കണ്ടിട്ട് എനിക്ക് ഫാറ്റി ലിവർ. ശരി ശരി ശരി. പക്ഷെ 59 കിലോ ഒക്കെ ആക്കണമെന്നാ പറഞ്ഞത്. പക്ഷെ 59 കിലോ. അപ്പൊ മോള് ഇവിടെ നിൽപ്പുണ്ട്. ആള് നല്ല ഫാറ്റ് ആയിട്ടുള്ള ആളായിരുന്നു. പുറകിലാണെങ്കിലും നമ്മുടെ മേത്തൊക്കെ ഫാറ്റൊക്കെ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആൾക്കുണ്ടായിരുന്നത്. പുറകിലാണെങ്കിലും മേത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു, ഫാറ്റ് ഇറച്ചി ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ മാറി. ആളിപ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഇപ്പോൾ ഷോർട്ട് ടോപ്പ് ഇടാൻ തുടങ്ങി, ജീൻസ് ഇടാൻ തുടങ്ങി. അത് എന്നോട് ചോദിക്കും, ഇതിട്ടാ എനിക്ക് നല്ലതാണോ, ഇതിൻ്റെ ഇവിടുത്തെ ഇറച്ചി കാണൂലേ, കാണൂല, അത് കാണൂല, ഇതാണ് ചോദിക്കും. എവിടെ ചെന്നാലും ചോദിക്കും, അമ്മ ഇതാരാ ചേച്ചിയാണോ എന്ന് ചോദിക്കും. എനിക്കൊരു അപമാനമായി തുടങ്ങി.